ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നാട്ടിലെല്ലാവർക്കും ഫസ്റ്റ് നോമ്പാണ്. അപ്പോൾ നമുക്കിവിടെ ഇന്നലെ തുടങ്ങി, ഇന്നലെ ഒരു നോമ്പ്, ഫസ്റ്റ് നോമ്പ് ഇന്നലെ കഴിഞ്ഞ് ഇന്ന് രണ്ടാമത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഞങ്ങളെ ഫസ്റ്റ് നോമ്പിൻ്റെ ആ ഒരു നോമ്പ് തുറൻ്റെ വിശേഷമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ ചെറിയൊരു നോമ്പ് തുറയാണ്, ഞാനും അസ്ലങ്കയും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾ മാത്രമായതുകൊണ്ട് ആകെ 2-3 തരം കടികളും ജ്യൂസും ഫ്രൂട്ട്സും മാത്രം അതന്നെ ഉള്ളൂ. വേറെ പത്തിരിയും കറിയും അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ അതന്നെയാണ് കഴിച്ചത്. പിന്നെ അത്തായാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഐറ്റം ഒന്നെന്ന് പറയുന്നത് നമ്മളെ ഫലാഫിൽ താമിയ എന്ന് പറയുന്നത് അതാണ്. കാരണം വെജാണല്ലോ, അപ്പോൾ കുറേ ഇലകളൊക്കെ വരുന്നതുകൊണ്ട് നോമ്പ് തുറക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ വെള്ളക്കടല ഞാൻ ഇന്നലെ തന്നെ പുതിർത്തി വെച്ചതാണ്. മിനിമം 10-12 മണിക്കൂർ ഇത് പുതിർത്തി കഴുകി വെക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇലകളാണ് കൂടുതൽ. ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മല്ലിയിലാണത്, അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിന ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് തന്നെ പാസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടി. 3 തരം ഇലകളും ഉള്ളി കേട്ടോ. പിന്നെ വേണ്ടിയത് ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് പ്രോസസ്സറിലാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇത് മിക്സിയിൽ അരക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിട്ട് അരക്കണം. കടല അരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനാണ് ഞാൻ ഇതിലിപ്പോൾ ഈ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യുന്നത്. ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലും അരച്ചാൽ മതി കേട്ടോ. ഈ എല്ലാം ഒന്നിച്ചിട്ടിട്ട് നമുക്ക് അരച്ചെടുക്കുക. ഈ ഒരു ഇലകളും നമ്മളെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കണ്ട. ഈ ഒരു കടലയിൽ പുതിർത്തിയ വെള്ളം തന്നെ ഉണ്ടാവും, അത് മാത്രം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ മിക്സിയിലിടുന്ന സമയത്ത് അരഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കബാബിൻ്റെ ടേസ്റ്റിലേക്കാണ് വരിക, ചെന്ന കബാബ്. അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫലാഫലിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്, ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാൻ ഇതിലിട്ടിട്ട് നിങ്ങൾക്കൊന്ന് തൊട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ മഷി പോലെ അരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞ ചോപ്പറാണ് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു പാകത്തിലാണ് ഇത് അരിഞ്ഞ് കിട്ടേണ്ടത് കേട്ടോ. അങ്ങനെ തെരിതിരിപ്പായിട്ട് പൊരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ വേണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത്. പിന്നെ ഇത് ബേക്കിംഗ് സോഡ നമ്മൾ അപ്പക്കാരം ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്, 1/4 ടീസ്പൂൺ. പിന്നെ ഒരു ചെറിയ മുറി ലെമൺ ജ്യൂസ്, ചെറിയൊരു മുറിയാണ് ഞാൻ എടുത്തത്, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും ഒരു സ്റ്റാർച്ച് വേണം. അപ്പോൾ ഞാൻ കോൺഫ്ലോറാണ് എടുത്തത്. അതിന് പകരം നിങ്ങൾക്ക് മൈദ എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ മൈദ ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന പാകത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഒരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് മാറ്റാം കേട്ടോ. അടുത്ത ഐറ്റം ഞാൻ ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കുറച്ച് മധുരം ഇട്ട് കൊടുക്കുക, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയത് നമ്മളെ ബേക്കിംഗ് സോഡ, നമ്മളെ അപ്പക്കാരം എന്ന് പറയുന്നത് അതൊരു പിഞ്ച് നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ നുള്ളിയിട്ടാൽ മതി, അതിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കളറിന് വേണ്ടി ഒരു ഫുഡ് കളർ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് കട്ടിയായിരിക്കണം, കുറച്ച് ലൂസും ആയിരിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നമ്മളിങ്ങനെ കേക്ക് ബാറ്ററൊക്കെ പോലെ ഇങ്ങനെ വെച്ച് നോക്കിയാൽ ഇങ്ങനെ ആവുന്ന രീതിയിൽ ഇതാണ് ഇതിൻ്റെ ബാറ്റർ. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് ബട്ടറാണ് കേട്ടോ. അവക്കാഡോ എന്ന് പറയുന്നത് നമ്മളെ അവക്കാഡോ ആണ്, പക്ഷേ മര്യാദയ്ക്ക് പകർത്തിട്ടില്ല, എന്നാലും അതവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പഴമാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നീളത്തിലാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ചെറിയ പഴംപൊരി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ നീളത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഒരു പഴം ഞാനിപ്പോൾ 5 പീസാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് മുട്ട പൊരിച്ചതാണ്, 3ാമത്തെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വരട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചട്ടി ആദ്യം തന്നെ എടുത്തിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മേലെ തന്നെയാണ് പൊടികൾ ഇടുന്നത്. ഒരു ടീസ്പൂണ് മുളക് പൊടിയും, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് തന്നെ നമ്മൾ ഗരം മസാല പൊടിച്ചതും, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ടത്, ഇങ്ങനെ തന്നെ നന്നായിട്ട് ഈ എണ്ണ കിടന്നിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യുക. ആദ്യം തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത് പൊട്ടി തെറിക്കൂല കേട്ടോ, അതാണ്. അപ്പോൾ ഞാനിത് 2 ചട്ടിയും വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ പൊരിക്കാൻ വേണ്ടി എണ്ണയും വെച്ച്, അപ്പുറത്ത് ഞാൻ മുട്ടയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒന്നിച്ചെണ്ണാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് നമ്മളെ ഫലാഫിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് ഓരോ ഉരുളെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി. ഇതിൻ്റെ ഒരു അച്ചുണ്ട് കേട്ടോ, അതിവിടെ എൻ്റെ അടുത്തില്ല, നാട്ടിലാണുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പണ്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോ ഉണ്ട്, ഫലാഫിലിൻ്റെ താമിയ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അത് ഞാൻ 2-3 എണ്ണം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ആകെ 2 ആളായതുകൊണ്ട് കുറഞ്ഞതാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മുത്തായ എന്ന് പറഞ്ഞിട്ട് വേറെ ഫുഡൊന്നുമില്ല, ഇതന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത് കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ എണീച്ചിട്ട് നമ്മൾ അത്തായേ ഉള്ളൂ. അപ്പോൾ അതാ ഓരോന്നിങ്ങനെ ആവണതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക.
അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ. നോമ്പിനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണിത്. അതേപോലെ തന്നെ മുട്ട അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഒന്ന് ഇതായാലും നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ അസ്ലങ്ക എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്. ഫ്രൂട്ട്സൊക്കെ ഞാൻ മുറിക്കാൻ വേണ്ടി മൂപ്പരെടുത്താണ് കൊടുത്തത്. കുട്ടികളൊന്നും ഇല്ലാത്ത ഫസ്റ്റ് നോമ്പാണ് കേട്ടത്. അപ്പോൾ അത് നമ്മളെ താമി ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കോരി മാറ്റുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കളർ കേട്ടോ. പക്ഷേ ഫോട്ടോ എടുത്ത സമയത്ത് ഞാൻ ഫോണൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പിന്നെ ബ്ലാക്ക് കളറിലാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് അല്ല, ഇതാണ് ഇതിൻ്റെ കളറ്. അപ്പോൾ അതും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട നമ്മളത് റെഡിയായി. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാനിതാ ഇനി അടുത്തത് ഞാൻ പഴംപൊരിയാണ് പൊരിക്കാൻ വേണ്ടി പോകുന്നത്. ഒക്കെ സെയിം അതിൽ തന്നെയാണ് കേട്ടോ. അത് പൊരിച്ച് കഴിഞ്ഞിട്ട് അതേ സെയിം ഇതിലേക്ക് തന്നെ ഞാനിപ്പോൾ പഴംപൊരി ഒന്ന് നീളത്തിൽ എരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുകയാണ്. പഴംപൊരിൻ്റെതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പഴംപൊരി മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ നല്ല അടിപൊളി പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒന്ന് പൊന്തിയ ശേഷമാണ് അടുത്തത് ഇട്ട് കൊടുത്തത്. ഇത് ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ പഴംപൊരി ഒരു പഴമാണ് ഞാൻ എടുത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗം ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത് പൊങ്ങണ സമയം വരെ ഒന്ന് നല്ല തീയിലിട്ട് കൊടുക്കുക. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണേ, എന്നാലാണ് ഉള്ളു വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മളെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഞാൻ ആ ബട്ടർ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. ബാക്കി ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് പാലല്ല ഒഴിക്കുന്നത്, കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുക. പഞ്ചസാര 2 ടേബിൾ സ്പൂൺ മതിയാവും. 2-3 ടേബിൾ സ്പൂൺ മതി. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നത്, ഞാനിപ്പോൾ ഇവിടെ 2 ദിവസം മുന്നേ തന്നെ ഞാൻ സമൂസ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള സമൂസയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നാളെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒരു 4 സമൂസ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമൂസ അടിപൊളിയാണ്. ഇതിൻ്റെ ഷീറ്റൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഷീറ്റ് തന്നെയാണ്, വാങ്ങിക്കുന്ന ഷീറ്റല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ മസാലയും ഷീറ്റും എല്ലാം കൂടെ ഞാനൊരു വീഡിയോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നാളെ ഇൻഷാ അല്ലാ നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ വീഡിയോ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വീഡിയോ എന്നാണ് പറയുന്നത്. അപ്പോൾ സമൂസ ഞാൻ കോരി മാറ്റി. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ഞാൻ ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മളെ ബട്ടർ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ എടുക്കുന്നത് നമ്മളെ റൂഅഫ്സ, എല്ലാവർക്കും അറിയുന്നതായിരിക്കും റൂഅഫ്സ. അത് ഇവിടെ എവിടെ വന്നാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 കൂടി ഇത് ഒറ്റ ഗ്ലാസ്സേ എടുക്കുന്നുള്ളൂ. പാല് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അത് ജസ്റ്റ് പാല് മിക്സാക്കി കൊടുക്കുക. ഇതിൽ മധുരം ചേർക്കേണ്ടിയില്ല, ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ ചേർക്കേണ്ടിയില്ല, ശരിക്കും നല്ല മധുരം ഉണ്ടാവും ഇതിൽ. അപ്പോൾ അതും അവിടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ 2 ഗ്ലാസ്സിൽ ഞാൻ ബട്ടർ ജ്യൂസ്, ചെറിയ 2 ഗ്ലാസ്സിലാണ് ബട്ടർ ജ്യൂസ് എടുക്കുന്നത്. അപ്പോൾ ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എല്ലാം ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെള്ളവും വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈത്തപ്പഴവും അത്തിപ്പഴവും രണ്ടും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, അസ്ലങ്ക അരിഞ്ഞു വെച്ചതാണ് ഫ്രൂട്ട്സും. അപ്പോൾ മുട്ടയും നമ്മളെ താമിയ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ലാസ്റ്റ് എടുക്കുന്ന ക്യാമറ ഒന്ന് മാറിയതുകൊണ്ടാണ് കറുപ്പായിട്ട് തോന്നുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ അതിൻ്റെ കളറ്. അപ്പോൾ ഇന്ന് കാണിച്ച ഞങ്ങൾ ഈ ചെറിയൊരു നോമ്പുതുറൻ്റെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.